ചെയ്തത്. മുൻകഴിഞ്ഞ ബഹുമാനപ്പെട്ട ആ സ്വഹാബിമാരെ അപേക്ഷിച്ച് നമ്മുടെ ജീവിതവുമായി ഒരു താരതമ്യ പഠനം നടത്തിയാൽ ഇഹ്സാനിൽ അവരോട് തുടർന്നു കൊണ്ട് ജീവിക്കുന്നവർ റളിയല്ലാഹു അൻഹും, അവരെ തൊട്ട് അല്ലാഹ് പൊരുത്തപ്പെട്ടു എന്ന് പറഞ്ഞ ആ വിഭാഗത്തിൽ നമ്മൾ പെടണ്ടേ? ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യഥാർത്ഥ ഉമ്മത്തുകളിൽ നാം ഉൾപ്പെടണ്ടേ എന്ന് നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചുകൊണ്ട് നമ്മുടെ ഉദാസീനത മനോഭാവം മാറ്റിവെച്ച് നമ്മൾ പഠിച്ചതൊക്കെ ഖുർആനാ, നമ്മൾ പഠിച്ച യഥാർത്ഥ ഖുർആനിലുള്ള ആശയമാണ്. ആ ആശയങ്ങൾ അനുസരിച്ചാണ് നമ്മൾ മദ്രസയിൽ പഠിച്ചത്. അതന്നെ ഖുർആൻ പഠനം. ആ ഖുർആൻ പഠനമാണ് സത്യം. ആ ഖുർആൻ പഠിച്ചതനുസരിച്ചാണ് നമ്മൾ അമല് ചെയ്യേണ്ടത്. ആ അമലുമായി ബന്ധപ്പെടാനും ആ ഈമാൻ മുറുകെ പിടിക്കുവാനും ബഹുമാനപ്പെട്ട സ്വഹാബത്തിനോട് അവരുടെ യഥാർത്ഥമായ പിൻഗാമികളാകുവാനും നിങ്ങൾ സമയം കാണണമെന്ന് ഈ വൈകിയ വേളയിൽ നിങ്ങളോട് ദീനിന്റെ പേരിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ബഹുമാനപ്പെട്ട സ്വഹാബത്ത് നമ്മളെപ്പോലെയല്ല. ഈ ഇബാദത്തുകളെല്ലാം ചെയ്യുന്നതിനോടൊപ്പം തന്നെ അവരുടെ രക്തം സംഭാവന ചെയ്തുകൊണ്ട്, അവരുടെ ചുടുരക്തം അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി സംഭാവന ചെയ്തുകൊണ്ട് കെട്ടിപ്പടുത്ത ഇസ്ലാമാണ്. ആ ഈമാനാണ് നമ്മുടെ കയ്യിലുള്ളത്. അത് നശിപ്പിച്ചു കളയാൻ, ആ ഈമാമിന്റെ പവറും അതിന്റെ പ്രാധാന്യവും നിങ്ങൾ കെടുത്തിക്കളയാതെ എങ്ങനെങ്കിലൊക്കെ ജീവിക്കുക, ആരെങ്കിലൊക്കെ പറയാ, അതൊക്കെ കേൾക്കുക. എന്നാൽ നമ്മൾ എവിടെയില്ലാത്ത നിലയിലുള്ള ഒരെത്തം കൊടുത്തോ ഇല്ലാത്ത ജീവിതം അതൊക്കെ എന്താണ് മാറ്റിവെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ആ സ്വഹാബത്തിന്റെ അവരോടുള്ള പിൻപറ്റൽ നടത്തിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ സ്വഹാബിമാരെ ഒന്നിച്ച് നാം തുടർന്ന് ജീവിച്ചാൽ റളിയല്ലാഹു അൻഹും, അല്ലാഹ് അവരെ തൊട്ട് തൃപ്തിപ്പെട്ട വിഭാഗമാണ് എന്ന് പറഞ്ഞ ആ വിഭാഗത്തിൽ നമുക്ക് പെടണം. അതിന് പള്ളിയുമായും ഖുർആനുമായും ദിക്റുമായൊക്കെ ബന്ധപ്പെടണം. 4ഉം 5ഉം കാര്യം നല്ല കാര്യങ്ങൾ കൊണ്ട് ഉപദേശിക്കുക. തെറ്റായ കാര്യങ്ങൾ ആരെങ്കിലും ചെയ്യുന്നുവെങ്കിൽ നമ്മുടെ സ്നേഹിതന്മാർ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബ പരമ്പരയിൽപ്പെട്ട, അല്ലെങ്കിൽ നമ്മുടെ മക്കള്, നമ്മുടെ അനുജന്മാര്, നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആളുകള്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാര് വേണ്ടാവൃത്തി ചെയ്യുന്നത് ഒരു സ്നേഹിതൻ കണ്ടാൽ അത് തെറ്റാണ് സഹോദര, നീ അത് ചെയ്യരുത് സഹോദര എന്ന് ഉപദേശിക്കുക. നല്ല കാര്യങ്ങള് നാം ചെയ്യുമ്പോൾ അതിൽ നീയും ഭാഗമാക്കാവുക. നീ എന്റെ കൂടെ വരിക, നീ പള്ളിയിൽ വരിക, നീ വാത് കേൾക്കാൻ വരിക, നീ ദീനുമായി ബന്ധമുള്ളവനായി മാറുക എന്ന് ഉപദേശിക്കുക. ഇതാണ് 5 കാര്യം. അംറുൻ ബിൽ മഅറൂഫ്, നഹ്യുൻ അനിൽ മുൻകർ, പള്ളി ഇമാറത്ത്, ഖുർആൻ ഓതല്. അപ്രകാരം പരിശുദ്ധ ഈ റമദാനിലും അല്ലാത്ത സമയങ്ങളിലും അള്ളാഹുവിനെ ഓർക്കല്. ഇങ്ങനെ ബഹുമാനപ്പെട്ട സ്വഹാബത്തിന് തൃപ്തിയുള്ള കാര്യങ്ങളുമായി നാം അതിൽ പങ്കാളികളായി ജീവിച്ച് മരിക്കാൻ നമുക്ക് അവസരം ലഭിച്ചാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് സ്വർഗം കിട്ടും. ആ സ്വർഗം കിട്ടാൻ വേണ്ടിയ ഈ പവിത്രമായ